വെൽക്കം ബാക്ക് ടു ഇമ്മൂസ് ലെക്ചർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാംസ് ആണ്. PAMP എന്താണെന്ന് നോക്കാം. നമ്മുടെ ബോഡിയിലേക്ക് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് എന്തെങ്കിലും വെച്ചാൽ കയറി വന്നു. സോ ഇവൻ കയറി വന്നപ്പോ നമ്മുടെ സെൽസുകൾ, നമ്മുടെ ഫാഗോസൈറ്റിക് ആയിട്ടുള്ള സെൽസുകൾ ഇവരെ കണ്ടു. പക്ഷെ മനസ്സിലാവുന്നില്ല ഇത് ഫോറിനേഴ്സ് ആണോ അത് സെൽഫ് ആണോ എന്ന് ആദ്യം പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ എങ്ങനെ നമ്മുടെ ഫാഗോസൈറ്റിക് ആയിട്ടുള്ള സെൽസുകൾക്ക് മനസ്സിലാകും ഇത് വന്നേക്കണ ആള് ഫോറിനേഴ്സ് ആണെന്ന്? സപ്പോസ് നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളം കയറുമ്പോ കള്ളന്മാർക്ക് കുറച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകും. കറുത്ത ഉടുപ്പ്, കറുത്ത തൊപ്പി, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകും. സെയിം ഈ വന്നേക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് എന്താന്ന് വെച്ചാൽ അവർക്കും ഉണ്ടാകും കുറച്ച് എക്സ്റ്റേണൽ ഫീച്ചേഴ്സുകൾ, കുറച്ച് എക്സ്റ്റേണൽ മോട്ടീവുകൾ ഇവർക്കും ഉണ്ടാകും. ഇറ്റ് ക്യാൻ ബി ലിപ്പോപോളിസാക്കറൈഡ് ആവാം, പെപ്റ്റിഡോഗ്ലൈക്കൻ ആവാം, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സുകൾ, ഫ്ലജെല്ല ആവാം, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സുകൾ ഇവർക്കുണ്ടാകും. ആർക്ക്? നമ്മുടെ വന്നേക്കുന്ന ബാക്ടീരിയക്ക് ഉണ്ടാകും. സോ ഈ പറഞ്ഞേക്കുന്ന ഫീച്ചേഴ്സുകൾ ഒരു കാരണവശാലും നമ്മുടെ സെൽഫ് ആയിട്ടുള്ള സെൽസുകൾക്ക് ഉണ്ടാവത്തില്ല. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും നമ്മുടെ സെൽസുകൾക്ക് ഉണ്ടാവത്തില്ല. ഇത് വന്നേക്കുന്ന ഫോറിൻ ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് പറഞ്ഞ പോലെ. ഇനിയുണ്ട് എക്സെട്രാ ഫീച്ചേഴ്സുകൾ, ഇനി ഇതുപോലത്തെ എക്സെട്രാ ഫീച്ചേഴ്സുകൾ ഉള്ളത് ഈ വന്നേക്കുന്ന പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. സോ നമ്മൾ ഇവരെ ചിലപ്പേരിട്ട് പാംപ് എന്ന് വിളിക്കും. ഫുൾ ഫോം എന്ന് പറയുന്നത് പാത്തോജൻ അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺ. പാത്തോജനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മോളിക്കുലർ പാറ്റേൺസുകളെയാണ് പാംപ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം പാംപ് എന്ന് പറയുന്നത് ഈ പാത്തോജനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് മോളിക്കുലർ ആയിട്ടുള്ള പാറ്റേൺസുകളെയായിരിക്കും. സോ ഇങ്ങനെ ഒരു പാംപ് ഉള്ള കുറച്ച് പാത്തോജൻസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ സോ ഇവർക്ക്, അതായത് നമ്മുടെ ഫാഗോസൈറ്റിക് സെൽസ് ആയിട്ടുള്ള മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിസിന് ഇവരെ മനസ്സിലാവണമെങ്കിൽ ഇവർക്ക് കുറച്ച് റിസപ്റ്റേഴ്സുകൾ വേണം. ഇവരുടെ സർഫസിന് കുറച്ച് റിസപ്റ്റേഴ്സുകൾ വേണം. സോ ഈ പാറ്റേണുകളെ, ഈ പാത്തോജൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മോളിക്കുലർ പാറ്റേണുകളെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഫാഗോസൈറ്റിക് സെൽസുകൾക്ക് കുറച്ച് റിസപ്റ്റേഴ്സുകളുണ്ട്. ഇവർക്ക് കുറച്ച് റിസപ്റ്റേഴ്സുകളുണ്ട്. സോ ഈ റിസപ്റ്റേഴ്സുകളായിരിക്കും ഈ പാമ്പിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ നമുക്ക് അവരെ വിളിക്കാം പാറ്റേൺ റെക്കഗ്നൈസിംഗ് റിസപ്റ്റേഴ്സ്. സോ പാറ്റേൺ റെക്കഗ്നൈസിംഗ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് PRR. സോ ഇവരായിരിക്കും, ഈ പാറ്റേണുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഈ റിസപ്റ്റേഴ്സുകളായിരിക്കും വന്നേക്കുന്ന ബാക്ടീരിയനെ ഐഡന്റിഫൈ അല്ലെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ PRR നമ്മുടെ സെൽ മെമ്പറിൽ ഒരു കാവൽക്കാരെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അലേർട്ട് ഒക്കെ കൊടുക്കും. PRR പാമ്പിനെ റെക്കഗ്നൈസ് ചെയ്യും. അതിനാണ് PRR എന്ന് പറയുന്നത്. അതിനുശേഷം അവർ ഫാഗോസൈറ്റോസിസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഈ PRR എന്ന് പറഞ്ഞ റിസപ്റ്റേഴ്സിന് നമുക്ക് നമ്മുടെ സെൽസിന്റെ എവിടെയായിരിക്കും കാണാൻ പറ്റുന്നത്? സപ്പോസ് ഇതൊരു സെല്ലായിരിക്കണമെങ്കിൽ സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിലായിരിക്കും നമുക്ക് ഈ റിസപ്റ്റേഴ്സിനെ കാണാൻ പറ്റുന്നത്. നമ്മുടെ കൺട്രിയിലേക്ക് ഏതെങ്കിലും ഒരു വേറെ തീവ്രവാദികൾ കയറി വരുവാണെങ്കിൽ നമ്മൾ കുറെ ആൾക്കാരെ ബൗണ്ടറിയിൽ നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഇനി എങ്ങാനും അവിടെ നിന്ന് 1-2 പേരെ എസ്കേപ്പ് ചെയ്ത് അകത്തോട്ട് വന്നാൽ കുറച്ചു പേരെ നമ്മൾ അകത്തു നിർത്തിയിട്ടുണ്ടാവണം. വളരെ കുറച്ച് ആൾക്കാരേക്ക് അകത്ത് നിർത്തിയിട്ടുണ്ടാവുന്നത്. അതുപോലെ ഈ PRR എന്ന് പറഞ്ഞ ഈ റിസപ്റ്റേഴ്സുകളെ നമ്മൾ കുറച്ചുപേരെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ആൻഡ് കുറച്ചുപേരെ നമ്മൾ ലൈസോസോംസ് അല്ലെങ്കിൽ എൻഡോസോംസിനകത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സെൽസിന്റെ അകത്ത് 2-3 പേരെ നമ്മൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. സോ ഒന്നെങ്കിൽ അത് പ്ലാസ്മ മെംബ്രെയിനിലായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ അത് എൻഡോസോംസ് അല്ലെങ്കിൽ ലൈസോസോംസിലായിരിക്കും കാണുന്നത്. ഇനി അത് എങ്ങനെ ഇവർ കയറി വന്ന് എങ്ങനെ ഇത് ഫംഗ്ഷനിൽ ആവുന്നു നമുക്ക് നോക്കാം. സോ ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ കയറി, അതിനെ പാറ്റേൺ റെക്കഗ്നേഷൻ റിസപ്റ്റേഴ്സുകൾ ഐഡന്റിഫൈ ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവിടെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ ട്രിഗർ ചെയ്യും. അങ്ങനെ ജീൻ എക്സ്പ്രഷൻ അവിടെ ടേൺ ഓൺ ആയി. ജീൻ എക്സ്പ്രഷൻ അവിടെ ടേൺ ഓൺ ആയി. അപ്പോ ഇവര് കുറച്ചുപേര് ന്യൂക്ലിയസിന്റെ അകത്ത് പോയി ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ അങ്ങനെ പരിപാടികളൊക്കെ നടക്കും. ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അതിൽ നിന്ന് നമുക്ക് mRNA കിട്ടും. അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസുകൾ കിട്ടും. സോ
DNA-യിൽ നിന്ന് നമുക്ക് RNA കിട്ടി, അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസ് കിട്ടി, ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ കഴിഞ്ഞു. ഈ പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇതൊക്കെ ഏതൊക്കെയാന്ന് നോക്കാം. ഇന്റർഫെറോൺസ് ആവാം, അല്ലെങ്കിൽ അത് കീമോകൈൻസ് ആവാം, അല്ലെങ്കിൽ അത് പ്രോ ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ് ആവാം. ഇനിയുണ്ട് ഇത് സൈറ്റോകൈൻസ് ആവാം, അല്ലെങ്കിൽ സൈറ്റോകൈൻസ് ആവാം. അങ്ങനെ കുറച്ച് പ്രോട്ടീൻസുകൾ നമുക്ക് ജീൻ എക്സ്പ്രഷൻ ഓൺ ആയി, അങ്ങനെ കുറച്ച് പ്രോട്ടീൻസ് എല്ലാം ഇവിടെ ഫോം ആയി. ഇനി ഇവർ എന്ത് ചെയ്യും? ഈ പ്രോട്ടീൻസ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? സോ അപ്പൊ ഈ പ്രോട്ടീൻസുകളെല്ലാം അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസുകളെ ആക്ടിവേറ്റ് ചെയ്യും. അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ്. സോ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസിലെ ലിംഫോസൈറ്റ്സ് ആയിട്ടുള്ള T സെൽസ്, B സെൽസ്, അപ്പൊ അവർക്കൊക്കെ ഒരു സിഗ്നൽ കൊടുക്കും. ദേ ഇവിടെ ആന്റിജൻ കയറിയിട്ടുണ്ട്, നിങ്ങളുടെ ഹെൽപ്പും കൂടെ വേണം എന്നുള്ള ഒരു സിഗ്നൽസ് ഇവര് പോയി അവർക്ക് കൊടുക്കും. അങ്ങനെ ഇവിടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസുകളെ ഇനിഷ്യേറ്റ് ചെയ്യുവാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സൈറ്റോകൈൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇറ്റ് ക്യാൻ ബി ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6, TNF ആൽഫ. സോ ഇത് മൂന്നുമാണ് മേജർ ആയിട്ടുള്ള സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. സോ ഈ സൈറ്റോകൈൻസ് മേജർ ആയിട്ട് എന്താ ചെയ്യുന്നത്? പ്രോ ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സുകളെ ആക്ടിവേറ്റ് ചെയ്യും. പ്രോ ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ്. എന്താ പ്രോ ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഇൻഫ്ലമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നവര്. പ്രോ ഫോർ പ്രൊമോഷൻ ആൻഡ് ഇൻഫ്ലമേറ്ററി ഫാക്ടർ, ഇൻഫ്ലമേറ്ററി ഫോർ ഇൻഫ്ലമേഷൻ. അപ്പൊ പ്രോ ഇൻഫ്ലമേഷനറി എന്ന് പറയുന്നത് പ്രൊമോട്ട് ദ ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ ഇത്രയും ആൾക്കാർ ചെന്നിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് വേറെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസുകളെ ഇനിഷ്യേറ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഇവര് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ഇനിഷ്യേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് പ്രോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകൾ കൊടുക്കും. ഇപ്പൊ പ്രോ ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേഷൻ പ്രൊമോട്ട് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് ബ്ലഡ് വെസൽസ് ആണെങ്കിൽ ഇവിടുത്തെ വാസ്കുലർ പെർമിബിലിറ്റി കൂട്ടും, വാസ്കുലർ പെർമിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വാസ്കുലർ പെർമിബിലിറ്റി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടത്തേക്ക് ഒരുപാട് സെൽസുകൾ ഓടിയെത്തും, ഒരുപാട് സെൽസുകൾ ഇങ്ങോട്ട് ഓടി വരാൻ തുടങ്ങും. സോ ഇങ്ങോട്ട് ഒരുപാട് സെൽസുകൾ ഓടിയെത്തും. അങ്ങനെ ഇവിടെ ഒരു അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ടുവന്ന് ഈ വന്ന പാത്തജനെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട്. സോ ദാറ്റ്സ് ഓൾ ഓൺ ദ ടോപ്പിക് പാം ആൻഡ് PRR. ഒരിക്കലും മറക്കരുത്, പാം എന്ന് പറയുന്നത് എപ്പോഴും പാത്തജനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മോളിക്കുലർ പാറ്റേൺസ് ആയിരിക്കും. ഇങ്ങനത്തെ പാറ്റേൺസുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് PRR എന്ന് പറയുന്നത്. അത് പാറ്റേൺ റെക്കഗ്നേഷൻ റിസപ്റ്റേഴ്സ് ആയിരിക്കും. Thank you for watching and bye guys.